ഇനി ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. മാങ്ങയും തീർന്നു, മാവിന്റെ കീഴിലെ തിരക്കം തീർന്നു എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആവശ്യം തീർന്നു, അതോടെ അടുപ്പവും തീർന്നു എന്നാണ് ചൊല്ലിന്റെ അർത്ഥം. ഈ ശ്രീധരന്റെ കാര്യത്തിലും അത്രയേ സംഭവിച്ചുള്ളൂ. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന വേദിയിൽ ഈ ശ്രീധരൻ കൂടിയിരുന്നാൽ അത്യാപത്ത് വരുന്ന വിധത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് കേന്ദ്രത്തിലെ ഏതോ കുരുത്തം കെട്ടവൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചുവെങ്കിൽ ഒന്നുകിൽ ആ വിദ്വാന് ഭ്രാന്താണ്, അല്ലെങ്കിൽ ഈ ശ്രീധരനെ പിന്തുണയ്ക്കുന്ന ലക്ഷോപലക്ഷം മലയാളികൾക്ക് ഭ്രാന്താണ്. ഈ ശ്രീധരന് എന്താണ് കൊമ്പുണ്ടോ? മെട്രോ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന DMRCക്ക് ഉപദേശം നൽകി എന്നല്ലാതെ ശ്രീധരൻ എന്താണ് ചെയ്തത് എന്നാണ് ചോദ്യമെങ്കിൽ ശ്രീധരന് കൊമ്പുണ്ട് എന്ന് തന്നെ ബഹുഭൂരിപക്ഷം മലയാളികളും വിശ്വസിക്കുന്നു. കാരണം മലയാളിയുടെ ഇതുവരെയുള്ള നാൾവഴികളിൽ കളങ്കരഹിതമായ അഴിമതി വിവാദരഹിത പദ്ധതി പൂർത്തീകരണം അത്യപൂർവം മാത്രമായിരുന്നു. 1.5 കോടിയുടെ പഞ്ചായത്ത് റോഡ് പണിയുന്നതിൽ ആയാലും 100 കോടിയുടെ വലിയ പദ്ധതികളിൽ ആയാലും കയ്യേറ്റുവാരലിന്റെ കഥയാണ് മുഴച്ചു നിന്നിട്ടുള്ളത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി സമയക്രമം പ്രഖ്യാപിച്ച് അഴിമതി ലവലേശമില്ലാതെ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ മുന്നിൽ നിന്ന ഈ ശ്രീധരന് കൊമ്പുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. കൊച്ചി മെട്രോ നിർമ്മാണത്തിൽ നിന്ന് ഈ ശ്രീധരനെ പുറന്തള്ളുന്നതിന് ആസൂത്രിതമായ നീക്കങ്ങൾ നടന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ CMD ആയുള്ള ഒന്നാം വരവിൽ ഈ ശ്രീധരന് നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങളുടേതുമായി ഏറെ സമാനതകളുണ്ടായിരുന്നു. ഈ രണ്ട് കാലയളവും തമ്മിൽ ഏതാണ്ട് 30 കൊല്ലത്തെ ഇടവേളയുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ശ്രീധരൻ തന്റെ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും പുലർത്തിപ്പോന്ന വിശ്വാസങ്ങളിലും രീതികളിലും അല്പം പോലും മാറ്റമുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. മെട്രോ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകാവുന്ന കോടികളുടെ വിദേശ പർച്ചേസും അതിന് പിന്നാലെ വരുന്ന കമ്മീഷൻ ഇടപാടുകളും സ്വപ്നം കണ്ടവരായിരുന്നു ശ്രീധരനെ പുകച്ച് പുറത്തു ചാടിക്കാൻ ശ്രമിച്ചത്. പക്ഷെ കേരളം അന്ന് ഒറ്റക്കെട്ടായി നിന്നു. 25 കിലോമീറ്ററോളം മെട്രോ പാതയിൽ 10,000 കൈകോർത്ത മനുഷ്യച്ചങ്ങല വരെയുണ്ടായി. പൊതുസമൂഹം ഒന്നടങ്കം ശ്രീധരന് പിന്നിൽ നിരന്നതോടെ ഗൂഢാലോചനക്കാർ പിൻവാങ്ങുകയായിരുന്നു. ഇവിടെയും തീരുന്നില്ല ശ്രീധരൻ എന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടി. ലോകം കണ്ട പ്രതിഭാശാലികളായ സിവിൽ എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തി വിക്കിപീഡിയ തയ്യാറാക്കിയിട്ടുള്ള ഒരു പട്ടികയുണ്ട്. ഇന്ത്യൻ സിവിൽ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന 1860 മുതൽ 1962 കാലം വരെ ജീവിച്ചിരുന്ന മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ ഉൾപ്പെടെ 4 ഇന്ത്യൻ എഞ്ചിനീയർമാരാണ് 200ഓളം ലോകപ്രശസ്ത എഞ്ചിനീയർമാർ ഉൾപ്പെട്ട ഈ പട്ടികയിലുള്ളത്. അതിൽ ഒരാൾ ഈ ശ്രീധരനാണ്. പട്ടികയിലുള്ള മറ്റുള്ളവരെ കൂടി അറിഞ്ഞാലേ ഇതിന്റെ മഹത്വം പൂർണ്ണമായി ബോധ്യപ്പെടൂ. ഈഫൽ ടവർ കെട്ടിയ ഗുസ്താവ് ഈഫൽ, ലണ്ടനിൽ തേംസ് നദിക്ക് കുറുകെ ബ്ലാക്ക് വാൾ ടണലും ഗ്രീനിച്ച് ഫുട് ടണലും നിർമ്മിച്ച അലക്സാണ്ടർ ബിന്നി, ബുർജ് ഖലീഫ രൂപകൽപ്പന ചെയ്ത അമേരിക്കൻ സ്ട്രക്ചറൽ എഞ്ചിനീയർ വില്യം എഫ് ബേക്കർ, അങ്ങനെയുള്ള പ്രമുഖരടങ്ങുന്നതാണ് പട്ടിക. മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യരാണ് ഇന്ത്യയിൽ വമ്പൻ അണക്കെട്ടുകളും ജലസേചന പദ്ധതികളും വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനങ്ങളും രൂപകൽപ്പന ചെയ്തത്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാം, അദ്ദേഹമാണ് മൈസൂർ വൃന്ദാവൻ ഗാർഡൻ സ്ഥാപിച്ചത്. ഇനിയും ചോദ്യം ബാക്കി നിൽക്കുന്നുവെങ്കിൽ മറുപടിയും ബാക്കിയുണ്ട്. 60ലേറെ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ, 15ഓളം ഓണററി ഡോക്ടറേറ്റ്, ജപ്പാനിൽ നിന്നുള്ള വിശിഷ്ട പുരസ്കാരം, ഇതെല്ലാം ഈ ശ്രീധരന് ലഭിച്ചത് അദ്ദേഹത്തിന്റെ മികവിനുള്ള അംഗീകാരമായിട്ടാണ്. ഈ ശ്രീധരൻ എന്ന വ്യക്തിയെ വാഴ്ത്തിപ്പാടാനല്ല ഇതിലൂടെ ശ്രമിച്ചത്. പകരം ഈ ശ്രീധരനെ തിരിച്ചറിയാതെ പോകരുത് എന്ന ശാഠ്യം ഉള്ളതുകൊണ്ടാണ്. കാരണം അഴിമതി മാത്രം കേട്ടുമടുത്ത കാതുകൾക്ക് ഈ ശ്രീധരനെ പോലുള്ള പേരുകൾ ഒരാശ്വാസമാണ്. അത് ആദരിക്കപ്പെടുക തന്നെ വേണം. ഇത് തിരിച്ചറിയാത്ത ഏതോ കുരുത്തം കെട്ടവനാണ് ഈ ശ്രീധരനെ ഒഴിവാക്കിയുള്ള പട്ടിക തയ്യാറാക്കിയത്. കുരുത്തം കെട്ടവൻ കാഷ്ടം ചവിട്ടിയാൽ 3 എന്ന് പണ്ടുള്ളവർ പറയും. കാലിൽ പറ്റിയത് 1, രണ്ടാമത്തേത് എന്താണ് കാലിൽ പറ്റിയത് എന്ന് കൈകൊണ്ട് തൊട്ടു നോക്കുന്നത്, പിന്നീടത് മണപ്പിച്ചു നോക്കുന്നത് മൂന്നാമത്തേത്. ഇങ്ങനെ 3. ആ കുരുത്തം കെട്ടവന്റെ നാറ്റമാണ് നമ്മളിപ്പോൾ പേറുന്നത്.